ഒരു സ്കൂൾ പുനർജനിക്കുന്നു. പരാധീനതകൾക്കു നടുവിലായിരുന്നു കുട്ടശ്ശേരിക്കുളമ്പ് GMLP സ്കൂൾ. ഒരു നൂറ്റാണ്ടിലേറെക്കാലം പ്രീ KER വാടക കെട്ടിടത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഈ വിദ്യാലയത്തെക്കുറിച്ചുള്ള പുതിയ സങ്കല്പത്തിന് നാട്ടുകാരുടെ കൂട്ടായ്മ സാമൂഹ്യ ശക്തിയായി മാറുകയായിരുന്നു. ഭൗതികവും അക്കാദമികവുമായ കൂട്ടായ്മകൾക്കായി അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും കൈകോർത്തു. 50 സെന്റ് സ്ഥലവും സ്കൂൾ കെട്ടിടവും നിരന്തര പരിശ്രമത്തിലൂടെ സമാഹരിച്ചു. സ്കൂളിൻ്റെ പുരോഗതിക്കായി വിഭവങ്ങളും അധ്വാനശേഷിയും അവർ സമാഹരിച്ചു. കക്ഷി രാഷ്ട്രീയമോ സാമൂഹിക സാമ്പത്തിക വേർതിരിവോ ഇതിന് വിലങ്ങുതടിയായില്ല. അവിടെ ഇങ്ങോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇങ്ങോട്ട് നമ്മൾ ഒരുപാട് പണിയെടുക്കേണ്ടി വന്നു. അതായത് അവിടെ അങ്ങനെ ഒരു 3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ കുട്ടികളെ ഇരുത്താൻ കഴിയില്ല. അതായത് തറയാകെ നനഞ്ഞ് കുതിർന്ന് പിന്നെ വീഴുമോ എന്നുള്ളൊരു പേടിയുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം ചെയ്ത് നമ്മളൊരു ഗ്രൗണ്ട് വർക്ക് എന്നുള്ള നിലയിൽ നാട്ടിലുള്ള ആളുകളെല്ലാവരും പോയി കണ്ടു. ഞാനും ഈ മാഷും വേറെ ടീച്ചറും. ഈ മാഷാണ് 3 ദിവസം ഒരു ബസ് സമരത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ സ്കൂളിന് അവധിയായിരുന്നു. 3 ദിവസം നടന്നൊരു 300ഓളം വീടുകളിൽ പോയി നേരിട്ട് തന്നെ പോയി അവരോട് നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾ നിരുത്സാഹപ്പെടുത്തി. നമ്മളൊക്കെ അത് കുറേ നോക്കിയതാണ്, ഇത് നടക്കില്ല എന്നുള്ളത്. അപ്പം നടക്കുമോ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് പോയി ഇവരെ കണ്ട് നമ്മളൊരു ആദ്യമായിട്ട് ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റിയായിട്ട് അവരൊക്കെയാണ് കണ്ടത്. എന്നിട്ട് അവരുടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു. ആദ്യത്തെ മീറ്റിങ്ങിൽ ഒരു സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ തീരെ അവർക്കൊന്നും ഉൾക്കൊള്ളാനേ കഴിയില്ല. ഇവിടെ അത് നടക്കില്ല. അതിൻ്റെ പിന്നെ ഒന്നാമത് ഇത്ര 100 കൊല്ലമൊക്കെ ഇവിടെ നിൽക്കുന്ന സ്ഥാപനത്തിന് അങ്ങനെ സ്ഥലം വേണ്ട എന്നുള്ളൊരു തോന്നൽ. പിന്നെ പാവപ്പെട്ടവരുടെ കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നല്ല സ്കൂളുകളിൽ പോകണു. പിന്നെ അങ്ങനെ പറഞ്ഞ് ആദ്യത്തെ മീറ്റിങ്ങിൽ തീരെ ആരും അംഗീകരിച്ചില്ല, വേണ്ട ഇത് മതി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു പണിയെടുത്ത പഴയ BPO വിജയരാഘവ മാഷില്ലേ, മാഷ പോയി കണ്ടു. നിങ്ങൾ മാഷോട് പറഞ്ഞു ഇനി ഒരു മീറ്റിംഗ് ഞങ്ങൾ ഒന്നും കൂടി വെക്കുന്നുണ്ട്. അവിടെ നിങ്ങളൊന്നുകൂടെ പറഞ്ഞ് BRCന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടും, കെട്ടിടം തരും, അതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കിട്ടും, നിങ്ങൾ അവിടെ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ നമുക്കല്ലേ അറിയാം തീരുമാനം ആദ്യം ഉണ്ടായി. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല സഹകരണം ഉണ്ടായി. അതിലാണ് നമ്മളെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനും നാട്ടുകാരെ സഹായിക്കാൻ ഉള്ള സന്മനസ്സുള്ള ആളാണ് മുഹമ്മദ് ഫസിലുള്ള മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ MD. പിന്നെ പെരുമാന്തൊടി റബിയുള്ള സാഹിബ് എന്ന് പറഞ്ഞ ആൾ. അയാൾ സ്ഥലം എടുക്കാനും തന്നു. ഈ ബിൽഡിങ് സ്ഥലം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കും എന്നതിനെ പറ്റി ചിന്തിച്ചത്. അതിൽ അദ്ദേഹം ഒരു ബിൽഡിങ് അയാൾ സ്പോൺസർ ചെയ്യുക, ഈ ഏറ്റവും വലിയ ബിൽഡിങ് അയാളാണ് സ്പോൺസർ ചെയ്തത്. കോമ്പൗണ്ടിൻ്റെ ചുറ്റുഭാഗത്തും ഇതേപോലെ കഴുങ്ങും തൈ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷത്തോളം ആയിട്ടുള്ളൂ. ഒരു 4 വർഷമായാൽ നമ്മുടെ കുട്ടികളുടെ അടുത്തുനിന്ന് ഉച്ചക്കഞ്ഞിക്ക്, സ്റ്റാമ്പിന്, മറ്റുള്ള പിരിവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇതിനൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത അതാണ് നാട്ടുകാരെ PTA കൂടെ ചെയ്ത ഏർപ്പാടാണ്. ഇത് സ്കൂൾ ആവാൻ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ എല്ലാ അടിയന്തരമായ സൗകര്യത്തിനും അടിസ്ഥാന സൗകര്യത്തിനും നമ്മൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ക്യാമറ, അല്ലെങ്കിൽ ഇവിടെയുള്ള സൗണ്ട്, അതിലേക്കുള്ള മുകൾക്കുള്ള ഫോണ്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എന്താ സൗകര്യങ്ങൾ കമ്മി വെച്ചാൽ അത് അതിലേക്ക് ഇവിടുത്തെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഇലക്ട്രിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പൊക്കെ പിന്നെ ഞങ്ങളെ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗിക്കുകയും ചെയ്യും. എല്ലാ കുട്ടികളും ഇല്ല, വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടില്ല. രണ്ടാമതൊക്കെ നിങ്ങൾ ഈ 3 പേര്. ഫിൽട്ടർ ചെയ്ത കുടിവെള്ളം എല്ലാ കുട്ടികൾക്കും ലഭ്യമാകുന്നത് ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. ഇവിടെ എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണ പാത്രങ്ങൾ സ്കൂളിൽ തന്നെയുണ്ട്. പാചകപ്പുരയും ഉച്ചഭക്ഷണ പാത്രങ്ങളും മൂത്രപ്പുരയും MDAയുടെ സഹകരണത്തോടെ
നന്നായും മികവായും സംരക്ഷിച്ചു പോരുന്നു. ഇവിടുത്തെ കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? മെച്ചപ്പെട്ടൊരു നിലവാരത്തിൽ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളെ കാണുന്നത്. എന്തൊരു പരിപാടിക്ക് പോയാലും അവർ എത്ര കുട്ടികൾ അവിടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും 4ാം സ്ഥാനമെങ്കിലും ഇല്ലാതെ അവർ വരാറില്ല. ഏതൊരു കുട്ടികൾക്കുണ്ടാവും. സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സ്കൂൾ ആവശ്യങ്ങൾക്കായി ജനകീയ പങ്കാളിത്തത്തോടെ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നു. പൊതുസമൂഹത്തോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും കൈകോർത്തപ്പോൾ സമയത്തിൻ്റെ വേലിക്കെട്ടുകൾ ഇവരുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചില്ല. ഫലമോ, ഈ വിദ്യാലയം നാടിൻ്റെ സ്വന്തം വീടായി മാറി.